ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകാൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചില വിഷയങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. ജോലി ശരിയാകുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരാളത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല വീട് മനസ്സിൽ ഉദ്ദേശം ഉണ്ടാവും. അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാവാൻ വേണ്ടിയിട്ട് പലരും പല സമയങ്ങളിൽ വന്നിട്ട് ചോദിക്കും, ഉസ്താദേ എനിക്ക് ഇന്ന ഉദ്ദേശങ്ങളുണ്ട്, ഇന്ന ആവശ്യങ്ങളുണ്ട്, അത് പൂർത്തിയാകാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അവർക്കെല്ലാം നിർദ്ദേശിച്ച സമയത്ത് വലിയ ഫലം കിട്ടിയ അനുഭവമുള്ള നല്ല ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ആ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ, ആ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ ഫലം ഉണ്ടാവും. ഒന്ന് ചെറിയൊരു സൂറത്താണ്. ആ സൂറത്തുൽ ഖദർ ഓതിയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ കാര്യം നടക്കണമെന്ന് ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ പോയാൽ എന്തായാലും നമ്മുടെ കാര്യം പൂർത്തിയാവും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന ആ സൂറത്ത് നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ, നമ്മൾ ആരടുത്തേക്ക് പോവുകയാണെങ്കിലും നമ്മൾ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ആ ആയത്ത് ഓതുകയാണെങ്കിൽ, ആ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യം പൂർത്തിയാവും. രണ്ടാമത് അതിൽ തന്നെ വേറൊരു ആയത്തും കൂടി പറയുന്നുണ്ട്. ആ ആയത്ത് ഓതിക്കൊണ്ട് ഒന്നിരിക്കൽ സൂറത്തുൽ ഖദർ ഓതുക, അല്ലെങ്കിൽ ഞാൻ അടുത്ത് പറയുന്നൊരു ആയത്തുണ്ട്. ആ ആയത്ത് 313 പ്രാവശ്യം ഓതുക. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടിയിട്ടിരിക്കും. ചില ആൾക്കാരുടെ അടുക്കലേക്ക് പോയിട്ട് ഓരോരുത്തർ നിന്ന് നമ്മൾ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടിയിട്ടിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ചില ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഉദ്ദേശം കരുതിയിട്ട് 313 പ്രാവശ്യം ഞാൻ പറയുന്നൊരായത്ത്, അല്ലെങ്കിൽ അടിയിൽ ഞാൻ കൊടുക്കാം, ആ ആയത്ത് നിങ്ങൾ 313 പ്രാവശ്യം ചെല്ലുകയും ആ സ്ഥലത്തെത്തുമ്പോൾ ഒന്നും കൂടി ഒരു 7 പ്രാവശ്യം കൂടി ചൊല്ലിയിട്ട് നിങ്ങൾ പോയാൽ എന്തായാലും നമ്മളെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളും എല്ലാം എന്തെല്ലാം ഉദ്ദേശമുണ്ടോ അതെല്ലാം നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല നീക്കി തരുമാറാവട്ടെ.